ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ISL ക്ലബ്ബുകൾ ഉള്ളത്. ഒട്ടുമിക്ക ക്ലബ്ബുകളുടെയും സ്ക്വാഡ് പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും സൈനിങ്ങുകൾ നടക്കുന്നുമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. 6 വിദേശ താരങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ വിദേശ താരങ്ങൾ എത്തിയതോടുകൂടി ക്ലബിൻ്റെ മൂല്യം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂല്യം ഉള്ളത് 40.4 കോടി രൂപയാണ്. ഇതിനു മുൻപ് 34.4 കോടി രൂപയായിരുന്നു. ഏകദേശം 6 കോടി രൂപയോളമാണ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത്. അതായത് 17.4% വർധനവ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് മൂല്യത്തിൽ ഉണ്ടായി എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ISL ക്ലബ്ബുകളുടെ സ്ക്വാഡ് വാല്യൂ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് വരുന്നത്. ഇതുവരെ 63.8 കോടി രൂപയായിരുന്നു അവരുടെ മൂല്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ 59.4 കോടി രൂപയാണ്. അതായത് 6.9% അവരുടെ മൂല്യം കുറഞ്ഞിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ വരുന്നു. അതായത് ഇതുവരെ 44 കോടി രൂപയായിരുന്നു മൂല്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 41.8 കോടി രൂപയാണ്. അതായത് 5% മൂല്യത്തിൽ കുറവ് വരികയാണ് ചെയ്തിട്ടുള്ളത്. ISLൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള മൂന്നാമത്തെ ക്ലബ്ബാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ്. അതിൻ്റെ കണക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് നിലവിൽ 40.4 കോടി രൂപയാണ് മൂല്യം വരുന്നത്. 17.4% മൂല്യം ഇപ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാലാം സ്ഥാനത്ത് FC ഗോവ വരുന്നു. അവരുടെ മൂല്യം ഇതുവരെ 37 കോടി രൂപയായിരുന്നു. അതിപ്പോൾ 38.4 കോടി രൂപയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 3.8% അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് വരുന്നത്. അവരുടെ മൂല്യത്തിൽ മാറ്റമൊന്നുമില്ല. 28.2 കോടി രൂപയാണ് അവരുടെ മൂല്യം വരുന്നത്. ആറാം സ്ഥാനത്ത് ജംഷഡ്പൂർ FC 23 കോടി രൂപയായിരുന്നു ഇതുവരെ അവരുടെ മാർക്കറ്റ് വാല്യൂ. അതിപ്പോൾ 28.2 കോടി രൂപയായിട്ടുണ്ട്. 22.6% വർധനവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏഴാം സ്ഥാനത്ത് മുംബൈ സിറ്റി FC വരുന്നു. 27.8 കോടി രൂപയായിരുന്നു അവരുടെ സ്ക്വാഡ് വാല്യൂ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 28 കോടി രൂപയാണ്. 0.7% വർധനവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ബംഗളൂരു FC വരുന്നു. ഇതുവരെ 19.88 കോടി രൂപയായിരുന്നു അവരുടെ സ്ക്വാഡ് വാല്യൂ ഉണ്ടായിരുന്നത്. അതിപ്പോൾ 24.68 കോടി രൂപയായി മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 24.1% വർധനവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ഒഡീഷ FC ആണ്. 21.4 കോടി രൂപയായിരുന്നു ഇതുവരെ വാല്യൂ. അതിപ്പോൾ 22.2 കോടി രൂപയായിട്ടുണ്ട്. 3.7% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ചെന്നൈയിൻ FC ആണ് വരുന്നത്. 16.6 കോടി രൂപയുള്ള സ്ക്വാഡ് വാല്യൂ ഇപ്പോൾ 16.4 കോടി രൂപയായി മാറിയിട്ടുണ്ട്. അതായത് 1.2% കുറവ് വന്നിട്ടുള്ളത്. പഞ്ചാബ് FCയുടെ മൂല്യത്തിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. 15.08 കോടി രൂപ തന്നെയാണ്. പിന്നീട് ഹൈദരാബാദ് FC വരുന്നു. അതിപ്പോൾ സ്പോർട്ടിംഗ് ഡൽഹി ആയി മാറുകയാണ്. 15.2 കോടി രൂപയായിരുന്നു മൂല്യം. അതിപ്പോൾ 15 കോടി രൂപയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 1.3% കുറവ് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം മുഹമ്മദൻ SC വരുന്നു. 15.36 കോടി രൂപയുള്ള അവരുടെ സ്ക്വാഡ് വാല്യൂ 13.56 കോടി രൂപയായിട്ടുണ്ട്. 11.7% കുറവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഹമ്മദൻ SC അടച്ചു പൂട്ടാൻ പോവുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ അവർ ISLൽ നിന്നും മാറി നിന്നേക്കും. ഇനി ഇന്റർ കാശി വരുന്നുണ്ട്. 11.72 കോടി രൂപയായിരുന്നു ഇതുവരെ അവരുടെ മൂല്യം. അതിപ്പോൾ 10.32 കോടി രൂപയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 11.9% കുറവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആകെ ISL ക്ലബ്ബുകളുടെ മൂല്യം നോക്കാം. 373 കോടി രൂപയായിരുന്നു ഇതുവരെ. അതിപ്പോൾ 382 കോടി രൂപയായി കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വർധനവ് തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ക്ലബ്ബ് അത് മോഹൻ ബഗാൻ തന്നെയാണ്. മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇടം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.